ആം ആദ്മി പാർട്ടിയെ പറ്റി കേരളത്തിൽ വലിയ നിലയിലുള്ള ഒരു അറിവ് ലഭിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് എന്താണ് ആം ആദ്മി പാർട്ടി എന്ന് ജനങ്ങളെ അറിയിക്കാനായിട്ട് ഇങ്ങനെ ഒരു യാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2012 ശ്രീ അരവിന്ദ് കേജ്രിവാൾ, മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയ ആളുകൾ നേതൃത്വം കൊടുത്ത് തുടങ്ങിയ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം വെറും 11 വർഷം കൊണ്ട് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ രാഷ്ട്രീയ കക്ഷിയായി മാറിയിരിക്കുകയാണ്. ഇത് എല്ലാ മലയാളികളും ഇത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. BJPയും കോൺഗ്രസും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അരവിന്ദ് കേജ്രിവാളിന്റെ ഭരണം ഒരു റോൾ മോഡലായി എടുത്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ ഡൽഹി എങ്ങനെ ഭരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഡൽഹിയിലുള്ള സ്കൂളുകൾ പോയി സന്ദർശിക്കുകയായിരുന്നു. ഡൽഹിയിലെ സ്കൂളുകൾ ഡൽഹിയിലെ സർക്കാർ സ്കൂളിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്തർദേശീയ നിലവാരത്തിലുള്ള സ്കൂളുകളാണ് ഡൽഹിയിൽ സർക്കാർ സ്കൂളുകൾ നടപ്പാക്കുന്നത്. 3 ലക്ഷം കുട്ടികളാണ് കേജ്രിവാൾ അധികാരത്തിലേറ്റതിനു ശേഷം സ്വകാര്യ മേഖലയിൽ നിന്ന് സർക്കാർ മേഖലയിലോട്ട് കുട്ടികൾ വന്നത്. നമുക്ക് തന്നെ ആ സ്കൂളിന്റെ ഡൽഹിയിലെ സ്കൂളിന്റെ പടമൊക്കെ നമുക്ക് യൂട്യൂബിലും ഒക്കെ കാണാൻ പറ്റും. നമുക്കത് അറിയാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ സ്വകാര്യ മേഖലയിലുള്ള സ്കൂളിനേക്കാളും നല്ല സ്കൂളുകളാണ് ഡൽഹിയിൽ അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡൽഹിയിലെ ഈ പ്രവർത്തനം കണ്ടാണ് കഴിഞ്ഞ വർഷം പഞ്ചാബിലെ ജനങ്ങൾ അവർ വലിയ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. ഡൽഹിയിൽ 70 സീറ്റുള്ള ഡൽഹി അസംബ്ലിയിൽ 62 സീറ്റ് നേടിയാണ് ആം ആദ്മി പാർട്ടി 3-ാം വർഷം അരവിന്ദ് കേജ്രിവാൾ ഭരിക്കുന്നത്. ഡൽഹിയിൽ പഞ്ചാബിൽ 117 സീറ്റിൽ 92 സീറ്റ് നേടിയാണ് ഇപ്പൊ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദിയുടെ തട്ടകമായ ഗുജറാത്തിലും 4 MLA-മാരുണ്ട്, ഗോവയിൽ 2 MLA-മാരുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ 3ാമത്തെ വലിയ ദേശീയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടിയെ വളർത്തിയത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഒരു ഹിന്ദുത്വ ഐഡിയോളജിയാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ തൊട്ട് മതേതരത്വം നമ്മുടെ ഭരണഘടനയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. മതം രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് നമ്മുടെ രാഷ്ട്രീയ ശില്പികൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ രാജ്യത്തിന് ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ മനസ്സിൽ കയറിയത്. എന്നാൽ ഇന്ന് അതെല്ലാം മാറി ഒരു ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ ഐഡിയോളജിയാണ് നമ്മുടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മണിപ്പൂർ കലാപം നമ്മൾ കേട്ടു. മണിപ്പൂര് എത്രയോ പള്ളികൾ നമ്മുടെ തകർക്കപ്പെട്ടു. മണിപ്പൂരിലെ ഒരു കുക്കി സ്ത്രീയെ നഗ്നയായിട്ട് ഒരു ജനക്കൂട്ടം ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു വാർത്ത കണ്ട് നമ്മളെല്ലാം ഞടുങ്ങി. പക്ഷെ 2 മാസം കഴിഞ്ഞാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അത് സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയത്. നമ്മുടെ ഗുസ്തി താരം സാക്ഷി മാലിക് നമ്മുടെ നാരീശക്തി, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്. ഒളിമ്പിക്സില് വെങ്കല മെഡൽ നേടിയ സാക്ഷി മാലിക് അവിടെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു, ലൈംഗികാക്രമണം നടത്തി എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ട് അതിനെ സംബന്ധിച്ച് ഒരു FIR ഇടാൻ ഡൽഹി പോലീസ് സമ്മതിച്ചില്ല. ഒന്ന് ഓർത്തു നോക്കണം. ദിവസവും നാരീശക്തി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഇരിക്കുമ്പോഴാണ് സാക്ഷി മാലിക്കിന് ഇങ്ങനെ ഒരു ഗതികേട് വന്നത്. കുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആരാണ്? ബ്രിജഭൂഷൺ സിംഗ് ശരൺ യാദവ് എന്ന് പറഞ്ഞ ഒരു ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു കേസർഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു MP ആണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള MP ആണ് നമ്മുടെ റസലിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ്. അപ്പൊ ഒരു സൈഡിൽ നാരി ശക്തി എന്ന് നമ്മൾ പല പ്രാവശ്യം പറയുകയും സ്ത്രീകൾക്ക് അഭിമാനമില്ലാതെ ഇപ്പം സാക്ഷി മാലിക്ക് ആക്റ്റീവ് ഗുസ്തി മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നും പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചത്തെ വാർത്തയുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതേസമയം നമ്മൾ എല്ലാ മതക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് മതം രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താതെ നമ്മുടെ കേജ്രിവാൾ വലിയൊരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ 10 വർഷം കൊണ്ട് ഇത്ര വലിയൊരു വളർച്ച വന്നത് കേജ്രിവാളിനെ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഖരഗ്പൂർ IIT-യിൽ നിന്ന് B.Tech പാസ്സായ കേജ്രിവാൾ അസിസ്റ്റന്റ് ഇൻകം ടാക്സ് കമ്മീഷണർ എന്നുള്ള ജോലി, വലിയ ശമ്പളം കിട്ടുന്ന ജോലി, അത് രാജിവെച്ചിട്ടാണ് ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം.
കേരള സർക്കാരിന്റെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ 62 ലക്ഷം പാവപ്പെട്ട വയോജനങ്ങളോട്, ഭിന്നശേഷിക്കാരോട്, വിധവകളോട് സർക്കാർ കടം പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ തന്നെ 4,40,000 കോടിയുടെ കടമുണ്ട്. ഇനി കോൺട്രാക്ടർമാരടക്കം റേഷൻ കടയിൽ സാധനം ഇറക്കുന്ന ലോറിക്കാർക്ക് കൊടുക്കാനടക്കം ഏതാണ്ട് 50,000 കോടിയുടെ കടം വേറെയുണ്ട്. ഇന്നത്തെ പത്രത്തിലുണ്ട് ഖാൻവീവിലെ തൊഴിലാളികൾ, ഏറ്റവും പാവങ്ങളാണ് കൈത്തറി മേഖലയിൽ ഈ തുണി നെയ്യുന്ന ആൾക്കാര്. 6 മാസമായിട്ട് അവർക്ക് വേതനം കിട്ടിയിട്ടില്ല. വളരെ ഗതികെട്ട ഒരു രീതിയിലാണ് കേരള ഭരണം കൊണ്ടു നടക്കുന്നത്. ഇന്ന് വന്ന ഒരു വാർത്ത ഞാൻ ഇതിന്റെ ഉദാഹരണം പറയാം. ഇന്നത്തെ മനോരമയിലുണ്ട്, ബാങ്ക് ജീവനക്കാരുടെ ശമ്പള വേതന കരാറ് പുതുക്കി 13,000 കോടി രൂപയാണ് ബാങ്കുകൾക്ക് ചെലവ്. പക്ഷെ ഈ പണം ഉടൻ തന്നെ റിലീസ് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഈ പണം ബാങ്കുകൾ നേരത്തെ തന്നെ കരുതി മാറ്റിവെച്ചിരുന്നു. ഇതിനാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ആസൂത്രണ കമ്മീഷൻ ഉണ്ട്, നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ബജറ്റ് ഉണ്ട്. പക്ഷേങ്കിൽ കാശ് കൈകാര്യം ചെയ്യാൻ മാത്രം നമ്മുടെ സംസ്ഥാനത്തിന് അറിയില്ല എന്നാണ് ബാങ്കിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നത്. പണം കൈകാര്യം ചെയ്യാൻ അതിനൊരു കഴിവ് വേണം, അതിനൊരു പ്ലാനിംഗ് ഉണ്ട്, അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ അത് നയിക്കുന്നവർക്ക് കഴിവില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണം. ആം ആദ്മി പാർട്ടിക്ക് നിയോജകമണ്ഡലത്തിൽ ശക്തമായ നേതൃത്വമുണ്ട്. ഇതിന് എനിക്ക് മുമ്പ് പ്രസംഗിച്ച നമ്മുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ ജേക്കബ് തോപ്പിൽ അവറുകൾ, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അദ്ദേഹം ഈ പാലായിൽ ഒരു സ്വിമ്മിംഗ് അക്കാദമി നടത്തുന്നയാളാണ്. അത് മാത്രമല്ല, അദ്ദേഹം SPG നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് DIG റാങ്കിൽ റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും 20 വർഷത്തോളം സെക്യൂരിറ്റി കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ കോൺഗ്രസ് പാർട്ടിയിൽ ചേരാതെ ആം ആദ്മി പാർട്ടിയിൽ ചേരണമെങ്കിൽ കേജ്രിവാളിനെ കുറിച്ച് എന്തേലും പഠിച്ചു എന്ന് ഓർക്കണം. 20 വർഷത്തോളം ഡൽഹിയിലുണ്ടായിരുന്ന ആള് കേജ്രിവാൾ ചെയ്യുന്ന നന്മ കണ്ടിട്ട് ആ നന്മ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്നറിഞ്ഞുകൊണ്ടാണ് ഈ പാർട്ടി. അദ്ദേഹം ഇവിടെ ചേരാൻ വരുമ്പോൾ ഞങ്ങൾ വിരലിലെല്ലാനുള്ള ആളുകളേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷം കൊണ്ടുകൊണ്ട് വലിയൊരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. നല്ലൊരു നേതൃത്വമുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പഴയ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. 40 വയസ്സിന് മുമ്പുള്ള ആൾക്കാർക്ക് ഓർത്തു നോക്കിയാൽ അറിയാൻ പറ്റും. 1990 മുമ്പ് ഇന്ത്യയിൽ 2 കാറുകളെ ഉണ്ടായിരുന്നുള്ളൂ, അംബാസഡറും ഫിയറ്റും. ഇപ്പോഴുള്ള പുതിയ തലമുറ പിള്ളേരോട് ഇത് പറഞ്ഞാൽ അവർക്ക് അതിശയം തോന്നും, ഇങ്ങനൊരു നാടുണ്ടായിരുന്നു. പക്ഷെ അതൊരു സത്യമാണ്. അതുപോലെയാണ് കേരളത്തിലെ UDF-ഉം LDF-ഉം. ഇതൊക്കെ പഴയ സെറ്റപ്പാണ്. നമ്മൾ പുതുതായിട്ട് ചിന്തിക്കണം. നമ്മുടെ വീട്ടിലും നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം പുതിയ സാധനങ്ങളാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ പുതുമ കൊണ്ടുവരണം. നിങ്ങളൊക്കെ ആം ആദ്മി പാർട്ടിയിൽ അംഗത്വം എടുക്കണം. ആം ആദ്മി പാർട്ടിയിൽ ഭാരത് ഓഫീസുണ്ട്. നിങ്ങൾക്ക് വേണ്ട, സർക്കാരിൽ നിന്ന് വേണ്ട അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങള് ലീഗൽ ടീമുണ്ട്, ബാങ്കിങ്ങിന്റെ എക്സ്പെർട്ട് ഉണ്ട്, പോലീസിന്റെ എക്സ്പെർട്ട് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട സൗജന്യ ഉപദേശങ്ങൾ തരാൻ പാർട്ടി തയ്യാറാണ്. അപ്പൊ ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണം. ആം ആദ്മി പാർട്ടി കൂടുതൽ അംഗങ്ങള് ആം ആദ്മി പാർട്ടിയോട് കടന്നു വരണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.